Hello my dear friends, welcome to Kannur's Kitchen. ഞാൻ നിങ്ങളുടെ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ചെയ്യാം. കടല വെച്ചാണ് ചെയ്യുന്നത്. കടല മലയാളികൾക്ക് എല്ലാവരും ഇഷ്ടമാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു തോരനാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോ കാണാം. ഒരു കപ്പ് കടല ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. ഇതിനി ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റട്ടെ. പ്രഷർ കുക്കറിൽ കടല മുങ്ങി നിൽക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് കടലയുടെ ലെവലിൽ നിന്നും 1 ഇഞ്ച് മുകളിലായിട്ട് വെള്ളം വേണം. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതിൻ്റെ അടപ്പിട്ട് ഞാൻ സ്റ്റൗവിലോട്ടേക്ക് വെക്കാൻ പോവുകയാണ്. ഇനി ഒരു 8 വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. 8 വിസിലിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടേക്ക് വന്ന് ഇനി നമുക്കിതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഇത് കുക്ക് ചെയ്യാം. തോരന് ചേർക്കാനുള്ള തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, 2 വറ്റൽമുളക്, 5 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം. ഇതൊന്ന് നമുക്കൊരു ബ്ലെൻഡർ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒതുക്കിയെടുത്ത തേങ്ങ നമുക്ക് അങ്ങോട്ടേക്ക് അടച്ച് മാറ്റി വെക്കാം. പ്രഷറൊക്കെ പോയി കഴിഞ്ഞു. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കടല ഞാനൊരു അരിപ്പയിലിട്ട് വെച്ചിട്ടാണുള്ളത്. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇനി നമുക്കിത് തോരനാക്കി മാറ്റാം. പാത്രം നന്നായി ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് നമുക്ക് അതിലേക്ക് പൊട്ടിച്ചിടാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് പൊട്ടിച്ചിടാം. അതിനുശേഷം ഒരു 8 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർക്കാം. ഒരു 2 വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ചേർക്കാം. ഇനി ഇപ്പം ചേർത്ത് കൊടുത്ത ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വരട്ടെ, ഒന്ന് സോഫ്റ്റായി വരട്ടെ. ചെറിയുള്ളി സോഫ്റ്റ് ആയതിന് ശേഷം നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർക്കാം. തേങ്ങ മിക്സ് 1 മിനിറ്റ് ഒന്ന് നമുക്കിത് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന കടല ഇതിലേക്ക് ചേർക്കാം. ചെറിയ തീയിലാണിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാനൊന്ന് നോക്കട്ടെ. ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ ചേർത്ത തേങ്ങക്കും ചെറുള്ളിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണിത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ പാത്രത്തിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ആവി കയറട്ടെ. തോരനിലോട്ടേക്ക് നല്ലപോലെ ആവി കയറി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കടലത്തോരൻ റെഡിയായി കഴിഞ്ഞു. ഇത് കഞ്ഞിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നീട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനും ഉപയോഗിക്കാം. ഇത് വെറുതെ വൈകുന്നേരം ചായയുടെ കൂടെ ഒരു സ്നാക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റിയാണ്. സിമ്പിളായി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയായി കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.